അങ്ങനെയാണെങ്കിൽ 5 പിയർ ആയിരിക്കും. 5 പിയറിൻ്റെ ഫ്ലൈ ഓവറാണ് വരുന്നത്. ഇത്ര അത്യാവശ്യം വലിയ ഫ്ലൈ ഓവറാണ് വരുന്നത് കേട്ടോ ഈ ഭാഗത്ത് വെട്ട് റോഡ്. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പം കഴക്കൂട്ടത്താണ്. ഇന്ന് നമ്മുടെ വീഡിയോ കഴക്കൂട്ടം മുതൽ ആറ്റിങ്ങൽ ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ്. തിരുവനന്തപുരം ജില്ലയിൽ ചില ഭാഗങ്ങളിൽ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ ഇഴഞ്ഞിട്ടാണ് വർക്ക് നടക്കുന്നത്. എന്തായാലും നമുക്ക് പോയി കാണാം. പക്ഷേ ആറ്റിങ്ങൽ ബൈപ്പാസ് നല്ല വേഗത്തിലാണ് കേട്ടോ വർക്ക് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴക്കൂട്ടത്താണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. റോഡ് വർക്കിനേക്കാളും എനിക്ക് പറയാനുള്ളത് ചൂടാണ്. നല്ല ഫസ്റ്റ് ക്ലാസ് അടിപൊളി ചൂടാണ്. വെള്ളം കുടിച്ച് ഒരുപാട് വരും. അപ്പോൾ കഴക്കൂട്ടത്ത് ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിലുള്ള റോഡിനേക്കാളും കുറച്ചും കൂടി ഉയർന്നിട്ടായിരിക്കും ഈ ഭാഗത്ത് റോഡ് വരുന്നത്. ഇവിടെ ക്രാഷ് ബാരിയർ ഉണ്ടാവും. ഇത്ര ഉയരത്തിൽ റോഡ് വരും. അപ്രഭാഗത്തും കണ്ടോ റോഡ് അത്രത്തോളം ഉയർന്നു വരും. ഇപ്പം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗം വരെ റോഡ് വരും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വേണ്ട, ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഈ കമ്പി കാണുന്നില്ലേ, അവിടം വരെ റോഡ് ഉയർന്നു. ഇത്രയും ഉയരത്തിലായിരിക്കും ഈ ഭാഗത്ത് റോഡ് വരുന്നത്. സർവീസ് റോഡിൻ്റെ ഒക്കെ പണി പുരോഗമിക്കുകയാണ്. ഈ ഭാഗത്ത് ഉടനെ സർവീസ് റോഡ് പണി പൂർത്തിയാക്കിയിട്ട് വാഹനങ്ങൾ അതുവഴി കടത്തി വിട്ടിട്ട് മെയിൻ റോഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടി ഉടനെ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഭാഗത്തായതിനെ കൊണ്ട് നമുക്ക് ഉടനെ ഒന്നും പറയാൻ പറ്റില്ല. ഭയങ്കര സ്ലോ ആയിട്ടാണ് ഈ ഭാഗത്ത് വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. കൂട്ടം വെട്ട് റോഡാണ്. ഇവിടെ ഫ്ലൈ ഓവർ വരുന്നുണ്ട്. 3 പിയറിലാണ് കേട്ടോ ഫ്ലൈ ഓവർ വരുന്നത്. അതിൻ്റെ പണി പിയറിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈലിങ് കഴിഞ്ഞ് കമ്പിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇവിടെ വർക്കുകൾ പുരോഗമിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ഫ്ലൈ ഓവറാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും 3 പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെയും കൂടെ ഒരു പിയർ വരും കേട്ടോ. ഇപ്പോൾ 4 പിയറിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തും കൂടെ ഒന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 പിയർ ആയിരിക്കും. 5 പിയറിൻ്റെ ഫ്ലൈ ഓവറാണ് വരുന്നത്. ഇത്ര അത്യാവശ്യം വലിയ ഫ്ലൈ ഓവറാണ് വരുന്നത് കേട്ടോ ഈ ഭാഗത്ത് വെട്ട് റോഡ്. അടിപൊളി, ഇവിടെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ വെട്ട് റോഡ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഫ്രണ്ട്സ്, വെട്ട് റോഡ് കഴിഞ്ഞ് കണിയാപുരത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കണിയാപുരത്ത് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഫ്ലൈ ഓവറാണോ അണ്ടർപാസാണോ? ആദ്യമൊക്കെ അണ്ടർപാസ് എന്നായിരുന്നു അറിയാൻ കഴിഞ്ഞു. പക്ഷേ പിന്നെ ഫ്ലൈ ഓവർ വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ റോഡ് നല്ല ഉയർന്നിട്ടായിരിക്കും വരുന്നത് കേട്ടോ ഈ ഭാഗത്ത്. ഇവിടെ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള വർക്ക് പുരോഗതിയൊന്നും കാണാൻ സാധിക്കുന്നില്ല. സർവീസ് റോഡിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പുറത്ത് കുറച്ച് ഭാഗം ആ വെട്ട് റോഡിൻ്റെ അവിടെ കുറച്ച് ഭാഗം സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിയറിൻ്റെ വർക്ക് ഇവിടെ ഇങ്ങനെ ഇത്രത്തോളം പൂർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കണിയാപുരമാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. NH-66 തൂണിൽ നിർമ്മിച്ച മേൽപ്പാലം വേണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് വേദന സമർപ്പിച്ചു. അപ്പോൾ ഇവിടെ എപ്പോഴും ഡൗട്ടാണ് കേട്ടോ. ഇവിടെ മേൽപ്പാലം ഫ്ലൈ ഓവർ ആണോ വരുന്നത് അതോ വെറും അണ്ടർപാസ് ആണോ വരുന്നത്? ആദ്യം ഇവിടെ അണ്ടർപാസ് ആയിരുന്നു, പക്ഷെ ഇപ്പം ഫ്ലൈ ഓവർ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ 2 പിയറിൻ്റെ വർക്കാണ് ഇവിടെ ഇത്രത്തോളം പൂർത്തിയായിരിച്ചിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പോൾ NH-66 ഉച്ച സമയത്തൊക്കെ പോലീസ് ചെക്കിങ് കാണാനേ ഇല്ല. പോലീസായാലും MVD ആയാലും ചെക്കിങ്ങുകൾ എവിടെയും കാണാനില്ല. കാരണം ഒരു വെയിലത്ത് കയറിയിരിക്കാൻ ഒരു മരം പോലും ഇല്ല NH-66. അപ്പം അതുകൊണ്ട് പോലീസ് ചെക്കിങ്
നമുക്ക് ഈ ഭാഗത്ത് ഉച്ച സമയത്ത് വൈകുന്നേരങ്ങളും രാവിലെ കാണാൻ സാധിക്കുന്നെങ്കിൽ ഉച്ച സമയത്ത് കാണാൻ പറ്റുന്നില്ല. കാരണം അമ്മാതിരി വെയിലാണ്. അപ്പോൾ ഇവിടെ മണ്ണിട്ട് കുറച്ച് ഉയർത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നമ്മളിപ്പോൾ നേരെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നേരെ പള്ളിപ്പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ അണ്ടർപാസ് ഒന്നും വരുന്നില്ല. ഇവിടെ അണ്ടർപാസ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അടുത്ത് കുറച്ച് നല്ല രീതിയിൽ വർക്ക് നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഭാഗം. കണിയാപുരം കഴിഞ്ഞ് പള്ളിപ്പുറം എത്തുന്ന ആ ഭാഗത്ത് നമുക്ക് കുറച്ച് ഭാഗം ടാർ ചെയ്തായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് എന്തായാലും ടാർ ചെയ്ത ഭാഗത്തുകൂടെ ഒന്ന് കയറിപ്പോവാം. അപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവഴിയും വാഹനങ്ങൾ കടന്നു പോകുന്നു. കണ്ടോ, ഇവിടെ ഇത്രയും കുറേ ദൂരത്തേക്ക് ഇവിടെ 3 പാതയുടെ ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്ത് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അടിപൊളി. ഇവിടെ കുറേ ഭാഗത്ത് ഇത്രയും ദൂരത്തേക്ക് ഇങ്ങനെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ തമ്പനിലിടാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. അത്രയും ഉയരത്തിലാണ് കേട്ടോ പുതിയ റോഡ്. ഉണ്ടോ, നല്ല താഴ്ചയാണ്. എത്ര ദൂരത്തേക്കാണ് കേട്ടോ ഇവിടെ ടാറിങ് പൂർത്തിയായത്. ഈ ഭാഗത്ത് മണ്ണിട്ട് ഉറപ്പിക്കുന്ന പരിപാടി നടക്കുന്നേ ഉള്ളൂ. ഞാനിപ്പം പോകുന്ന ഭാഗം നല്ല താഴ്ചയുള്ള പ്രദേശമായിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് സർവീസ് റോഡ് ടാറിങ് പൂർത്തീകരിച്ച് അതുവഴി വാഹനം പോകുന്ന സ്ഥലമാണ്. ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് വാള് കെട്ടി ഉയർത്തി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് വരികയാണ്. ഇവിടെ ഇത്രയും നല്ല ഉയരത്തിലാണ് പുതിയ റോഡ് വരുന്നത്. പള്ളിപ്പുറം CRPF ക്യാമ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇതിൻ്റെ വർക്ക് ഇത്രത്തോളം പൂർത്തിയായിട്ട് കുറേ നാളായി. കെട്ടിടങ്ങളെടുത്ത് മേലെ സ്ഥാപിച്ചിട്ടില്ല ഇതുവരെ. ഇവിടെയൊന്നും പ്രത്യേകിച്ച് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല.
പള്ളിപ്പുറം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇവിടെ അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഇതേപോലെ പൂർത്തിയായിട്ട് കുറേ നാളായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ കുറേ റോഡ് സർവീസ് റോഡ് ടാർ ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മംഗലപുരം എത്തുന്നതിന് മുമ്പാണ് കേട്ടോ. ഇവിടെ ഇത്ര ടാർ ചെയ്തിട്ടുള്ള ഇവിടെ കൊണ്ടന്നെ താറിങ് ചെയ്യും കേട്ടോ. നമുക്കെന്തായാലും ഈ സർവീസ് റോഡ് വഴി ഒന്ന് കയറി പോവാം. അപ്പോൾ മെയിൻ റോഡ് നല്ല ഉയരത്തിലായിരിക്കും ഇവിടെ പോകുന്നത്. അതിൻ്റെ ഭാഗമായി മണ്ണിട്ട് ഉറപ്പിക്കുന്ന പരിപാടി ഇപ്പം കുറേ പെൻഡിങ് ആണ്. ഇടയ്ക്ക് വെച്ച് നല്ല സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ വർക്കൊന്നും അധികം നടക്കുന്നില്ല. ഇങ്ങനെ അതേപോലെ കെട്ടി ഉയർത്തുകയാണ്. ഇതിങ്ങനെ ഇട്ടിട്ട് കുറച്ച് നാളായി. ബാക്കി ഇതിൻ്റെ പണിയൊന്നും മുന്നോട്ട് പോകുന്നില്ല. സർവീസ് റോഡ് ഇതേ നിരപ്പിലായിരിക്കും കേട്ടോ. കയറി ഇറങ്ങിയിട്ടായിരിക്കും. നമുക്ക് ഇവിടം വരെ സർവീസ് റോഡ്, ഇവിടുന്ന് സർവീസ് റോഡ് ടാറി ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഇത് ടാറിങ് ചെയ്തിട്ട് കുറേ നാളായി. അങ്ങനെ റോഡ് കണ്ട് എത്രയോ ഉയരത്തിലായിരിക്കും പോകുന്നത്. നല്ല ഉയരത്തിലാണ്. അതുപോലെ തന്നെ മംഗലപുരം അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് റോഡ് മെയിൻ റോഡ് നല്ല രീതിയിൽ ഉയരും. കുറച്ചുകൂടെ അപ്പുറം ചെന്നിട്ട് സർവീസ് റോഡ് ഈ രീതിയിലായിരിക്കും പോകുന്നത്. ഇറങ്ങി കയറി. പക്ഷെ മെയിൻ റോഡ് കണ്ടപ്പെടുന്നു നല്ല രീതിയിൽ ഉയരും. അവിടെ വരുന്ന അണ്ടർപാസില്ലേ അത്രയോ ഉയരത്തിൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തണം. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ടി വരും. നമ്മളിപ്പോൾ മംഗലപുരം എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചധികം വർക്കുകൾ മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് പിയറിൻ്റെ വർക്ക് പൂർത്തിയായി. ഇത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. തിരുവനന്തപുരത്തോട്ട് പോകുന്ന വാഹനങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന സർവീസ് റോഡ് വഴിയാണ് കേട്ടോ വാഹനങ്ങൾ കടന്നു പോകുന്നത്. കൊല്ലത്തോട്ടുള്ളത് നിലവിലുണ്ട മുമ്പേ ഉള്ള റോഡിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ ഈ മംഗലപുരം വർക്ക് കൂടുതൽ നടക്കുന്നത് കണ്ട് ഈ തോന്നയ്ക്കലാണ് കേട്ടോ. ഈ തോന്നയ്ക്കൽ ഇവിടെ രണ്ട് ഭാഗത്തെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ റോഡ് കുറേ ഭാഗത്തേക്ക് മൂന്നൂര് പാതയുടെ ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം. നമ്മളിപ്പോൾ തോന്നയ്ക്കലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ദൂരത്തേക്ക് ഈ മൂന്ന് വരി ഭാഗത്തെ ടാറിങ് കണ്ടോ. ഫസ്റ്റ് ലെയർ ടാറിങ് ഇത്രയും പൂർത്തിയായിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് ഈ ഭാഗത്തെ റൈറ്റ് സൈഡിൽ നല്ല താഴ്ചയുള്ള പ്രദേശമായിരുന്നു. അവിടെ ഇങ്ങനെ കോൺക്രീറ്റ് വാൾ കെട്ടി ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സർവീസ് റോഡ് വഴി ഒന്ന് കയറി പോവാം.
സർവീസ് റോഡ് കുറച്ച് ദൂരത്തേക്ക് ടാർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദൂരത്തേക്കേ ഉള്ളൂ. നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് 16-ാം മൈലിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി. വൈറോളജി ഇവിടെയൊക്കെ വർക്ക് ഭയങ്കര പെൻഡിങ് ആണ് കേട്ടോ. അതൊക്കെ നല്ല രീതിയിൽ വർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളാണ്. നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. മണ്ണിട്ട് ഉയർത്തണം. കാരണം ഇവിടെ അണ്ടർപാസ് വരുന്നതിന് കൊണ്ട് അത്രയും ഉയർത്തി മണ്ണിട്ട് ഉയർത്തേണ്ടതാണ്. പക്ഷെ നമുക്ക് അവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല വർക്കുകൾ. ഇവിടെ ഈ 16-ാം മൈലിൽ നിന്ന് നേരെ ചെമ്പകമംഗലത്തേക്ക് പോകുന്ന ഭാഗത്ത് വർക്കുകൾ നല്ല രീതിയിലായിരുന്നു ഇടയ്ക്ക് വെച്ച് പുരോഗമിച്ചത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മണ്ണിട്ട് ഉയർത്തണം. 2 അണ്ടർപാസുകൾക്കിടയിൽ വരുന്ന ഭാഗമാണ്. ഫുള്ള് മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗമാണ് അങ്ങ് വരെ. ഈ 16-ാം മൈലിൽ നിന്ന് ചെമ്പകമംഗലം വരെ ഒരു 300 മീറ്റർ വരും, അല്ലെങ്കിൽ 400 മീറ്റർ. അതിൻ്റെ ഇടയിൽ 2 അണ്ടർപാസുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ ഒരേ ലെവലിനായിരിക്കും റോഡ് പോകുന്നത്. അപ്പോൾ അതിന് ഇവിടെ മണ്ണിട്ട് ഉയർത്തണം. ഇടയ്ക്ക് നല്ല ഫാസ്റ്റായിട്ടാണ് ഈ ഭാഗത്ത് നിർമ്മാണം നടന്നതെങ്കിൽ അപ്പോൾ അതേപോലെ തന്നെയാണ്. ഭാഗത്ത് വീഡിയോ എടുത്താൽ പ്രത്യേകിച്ചൊന്നും കാണിക്കയില്ല കേട്ടോ. റോഡ് പണിയുടെ കാഴ്ച നമ്മൾ മുമ്പേ പലവട്ടം കാണിച്ച കാഴ്ചകൾ തന്നെയാണ് വീണ്ടും ഉള്ളത്. കോരാണി എത്തി. കോരാണി വരെ നിങ്ങളിപ്പോൾ കണ്ട കാഴ്ചകളേ ഉള്ളൂ. പ്രത്യേകിച്ച് പറയാനൊന്നും പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നുമില്ല. കോരാണിയിലെത്തി. കോരാണിയിൽ ഒരു അണ്ടർപാസ് ഉണ്ട്. ചെറിയൊരു അണ്ടർപാസ്സാണ്. ഇവിടെ എന്തിനാണോ ഇത്രയും ചെറിയൊരു അണ്ടർപാസ് കൊടുത്തത്? കോരാണി കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്കുള്ള കാഴ്ചകൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. 1 മാസം 1.5-2 മാസം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. അന്ന് വീഡിയോയിൽ കാണിച്ച അതേ അപ്ഡേറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഭാഗത്തൊന്നുമില്ല. മണ്ണിട്ട് ഉയർത്തണം. പക്ഷെ മണ്ണിട്ടിട്ട് ഉയർത്തുന്ന പരിപാടിയൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇവിടെ ചെറിയൊരു കാന വരും വെള്ളം ഒഴുകി പോകാനുള്ള. അതിൻ്റെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. ഈ ഭാഗത്ത് കുറച്ച് നല്ല ടഫുള്ള ഏരിയ ആയിരുന്നു കേട്ടോ. പാറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് മാറ്റി നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. അവിടെ ഇങ്ങനെ കെട്ടിപ്പൊക്കി, കോൺക്രീറ്റ് കെട്ടിപ്പൊക്കി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ വളവായനെ കൊണ്ട് ഈ ഭാഗം ചേർന്നിട്ടാണ് റോഡ് കംപ്ലീറ്റ് പോകുന്നത്. ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോസ്റ്റ് ഇപ്പോഴും നടുക്കൊണ്ട്. പോസ്റ്റ് മാറ്റിയിട്ടൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.